മനുഷ്യൻ നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിൽ പലതും അവന് തന്നെ വിനയായി ഭവിച്ചിട്ടുണ്ട്. വളരെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ആണവ ഊർജം വിനാശകരമായ ആണവായുധമായി മാറി. ശബ്ദാതിവേഗത്തിൽ പറക്കുവാനുള്ള ഗവേഷണങ്ങൾ അതിശീഘ്രം ലക്ഷ്യത്തിലേക്ക് പറക്കുന്ന മിസൈലുകൾക്ക് വഴിയൊരുക്കി. ദൈവത്തിൻ്റെ വരദാനം പോലെ ലോകത്തിലെ അറിവുകളൊക്കെ നമ്മുടെ വിരൽത്തുമ്പിലെത്തിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഇന്ന് സൈബർ ക്രൈമിൻ്റെ വിളനിലമായി കഴിഞ്ഞു. അനേകം കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, അനേകം കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന ആ മായിക ലോകത്തിൻ്റെ ഒരു നേർക്കാഴ്ച ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. എഫ്ഫാത്ത! ഓ, ഞാൻ കരുതി ഇവിടെ ആരുമില്ലെന്ന്. ആരെങ്കിലും അകത്ത് കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോയാലും ആരും അറിയില്ല. ഒരു ചായ കിട്ടാൻ വല്ല വഴിയും ഉണ്ടോ? ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനോ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും സമയമില്ല. ഈ കുന്ത്രാണ്ടം കണ്ടുപിടിച്ചവനെ എടുത്തിട്ട് ചതയ്ക്കണം. അലീന, എന്റെ മൊബൈൽ ഇങ്ങെടുത്തേ. അലീന, എന്റെ മൊബൈൽ ഇങ്ങെടുക്കടി. പപ്പയുടെ മൊബൈൽ എടുത്തു കൊടുത്തേ. നിന്നോടല്ലേ പറഞ്ഞേ, നീ എടുത്തു കൊടുക്ക്. രണ്ടിനെ ഞാൻ. കർത്താവേ, അവനും തുടങ്ങി. കുത്ത് കുത്ത്. ചേച്ചി, ഇന്ന് എന്തായിരുന്നു ചേച്ചിയുടെ ക്ലാസ്സിലെ ബഹളം? ഓ അതോ, നീ ആ സ്കെയിലിംഗ് എടുത്തേ. നമ്മുടെ അലീനയില്ലേ, ജോണി അങ്കിളുടെ മോളാണോ? ആ അത് തന്നെ. അവള് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഈയിടെയായിട്ട് ഫുൾ ടൈം മൊബൈലിലാണ്. ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ്സിൽ അവൾ മൊബൈലിൽ മെസ്സേജിങ്ങും ചിരിയും ഒക്കെ ആയിരുന്നു. ടീച്ചർ അവളെ കൈയോടെ പൊക്കി മൊബൈൽ പിടിച്ചെടുത്തു. അവള് ഭയങ്കരമായിട്ട് വയലന്റായി. അവസാനം പ്രിൻസിപ്പൽ വന്ന് പേരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അവളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഓ ഗോഡ്, കഷ്ടമായി പോയില്ലോ. ചേച്ചി, അലിനും എന്തോ പ്രശ്നമുണ്ട്. അവൻ പണ്ടത്തെ പോലെ അല്ല, മിക്കവാറും ഒറ്റയ്ക്കാണ്. കയ്യിൽ എപ്പോഴും മൊബൈൽ കാണും. കഴിഞ്ഞ എക്സാമിൽ 3 വിഷയങ്ങൾക്ക് തോറ്റു. ആഹാ, രണ്ടുപേരും നല്ല ഡിസ്കഷനിലാണല്ലോ. How was your day? Yeah, it was good. ഞാൻ ചായ കൊണ്ടുവരാം. നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടു. മൊബൈലും സോഷ്യൽ മീഡിയയും ഒക്കെ വളരെ പ്രയോജനകരമാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ അത്യാവശ്യവുമാണ്. പക്ഷേ ഇതൊക്കെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് ജീവിതം താറുമാറാക്കും. ഇച്ചായൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ എല്ലാം നന്മയ്ക്കേ വരും, അല്ലെങ്കിൽ അത് വളരെ അപകടകരമായിരിക്കും. ഇച്ചായ, അലീനയുടെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. അച്ഛന് തീർച്ചയായും സഹായിക്കാൻ പറ്റും. അദ്ദേഹം പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. അത് ശരിയാണ്. ഓ, പ്രാർത്ഥനയുടെ സമയമായി. ആയിക്കോട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രിൻസിപ്പൽ എന്റെ തൊലി ഉരിഞ്ഞു കളഞ്ഞു. നിന്നെ കുറിച്ച് ഞാൻ എന്തുമാത്രം അഭിമാനിച്ചിരുന്നു. നിനക്ക് എന്താ സംഭവിച്ചത്? ഞാനിനി എന്താ ചെയ്തു തരേണ്ടത്? എനിക്ക് എന്റെ മൊബൈൽ വേണം. മൊബൈൽ, ആ വാക്കിനി ഇവിടെ കേട്ടുപോകരുത്. മോളെ അലീന, നിന്നെ ഞാൻ. പപ്പാ, ഇതിന്റെ കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ കർത്താവേ. ജോയ്സി വിളിച്ചിരുന്നു. അവൾ പറയുന്നത് നമ്മൾ ഈ കാര്യം അച്ഛനോട് പറയണമെന്നാണ്. അച്ഛൻ ഈ വക കാര്യങ്ങൾ നന്നായി ഡീൽ ചെയ്യുമെന്നാണ് അവൾ പറയുന്നത്. നമുക്കൊന്ന് പോയാലോ? ശരി, അങ്ങനെ ആവട്ടെ.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ആ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വരൂ വരൂ, ഇരിക്കൂ. കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നു. എന്താ രണ്ടുപേരുടെയും പേര്? ജോണി. റോസി. പള്ളിയിലൊക്കെ വരാറുണ്ടച്ചോ. കുർബാന തീരുമ്പോഴേ തിരിച്ചു പോവും. അതാണ്. എന്തോ പ്രശ്നമുണ്ടല്ലോ, പറഞ്ഞോളൂ. അച്ചോ, എൻ്റെ 2 മക്കളും നന്നായി പഠിക്കുന്നവരാണ്. എല്ലാ വിഷയങ്ങളിലും അവർ ഒന്നാമതായിരുന്നു. അതാണോ പ്രശ്നം? അല്ലച്ചോ, ഈയിടെയായി അവർ മുഴുവൻ സമയം മൊബൈലിലാണ്. പഠനത്തിലുള്ള ശ്രദ്ധ മുഴുവൻ പോയി. മൂത്തവളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. മൊബൈലും കൊണ്ട് ക്ലാസ്സിൽ ചെന്നതിന് അവളെ പുറത്താക്കി. അവളുടെ പെരുമാറ്റം ഇപ്പോൾ വളരെ അഗ്രസീവാണ്. ആകട്ടെ, നിങ്ങൾ എങ്ങനെയാ വീട്ടിൽ? മൊബൈലിന്റെ ഉപയോഗമൊക്കെ അത്യാവശ്യത്തിന് മാത്രമാണോ അതോ? അപ്പോൾ നിങ്ങളും കുട്ടികളെ പോലെ തന്നെ. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ കണ്ടല്ലേ അവർ പഠിക്കുന്നത്. വീട്ടിലെ സ്വസ്ഥത മുഴുവൻ പോയച്ചു. എല്ലാവരുടെയും മനസ്സടഞ്ഞു പോയി. എഫാത്ത. എന്താണച്ചോ ഈ എഫാത്ത? തുറക്കപ്പെടട്ടെ. കേൾവിയില്ലാത്തവനെ സുഖപ്പെടുത്തിക്കൊണ്ട് യേശുനാഥൻ അരുളി ചെയ്ത വാക്കാണത്. എഫാത്ത, തുറക്കപ്പെടട്ടെ. അതെ, തിന്മയും തന്നിഷ്ടങ്ങളും കൊണ്ട് അടഞ്ഞിരിക്കുന്ന നമ്മുടെ മനസ്സും ദുഃഖങ്ങളും ദുരാഗ്രഹങ്ങളും തടഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ജീവിതവും തുറക്കപ്പെടട്ടെ. അതിനുള്ള താക്കോലാണ് യേശു. ശരി, ഞാൻ വീട്ടിലേക്ക് വരാം. വളരെ നന്ദി അച്ചോ, ഞങ്ങൾ കാത്തിരിക്കാം. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹായ്, രണ്ടുപേരും സുഖമായിരിക്കുന്നോ? എന്താ പേര്? അലൻ. ആൻഡ് യു? അലീന. വാവ്, നല്ല പേരാണല്ലോ രണ്ടുപേരുടെയും. ഗുഡ്. വൈ ആർ യു നോട്ട് ഹാപ്പി? എനിക്ക് എന്റെ മൊബൈൽ വേണം, എന്നാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. മൊബൈൽ? ഓഫ് കോഴ്സ്, അത് അത്യാവശ്യമുള്ള കാര്യമല്ലേ. ആരാതെടുത്തത്? എന്തിനാണ് എടുത്തത്? നീയാണോ എടുത്തത്? ഞാനല്ല ഫാദർ, ടീച്ചറാണ് എടുത്തത്. വൈ? ക്ലാസ് സമയത്ത് ചേച്ചി മൊബൈൽ ഉപയോഗിച്ചു. വൈ ഡിഡ് യു ഡു ദാറ്റ്? ക്ലാസ്സിനേക്കാൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ മെസ്സേജസും ഹീറോസിന്റെ ന്യൂസും ഒക്കെയാണ് പ്രധാനം. അതാണ്. ആകട്ടെ, ഈ ഹീറോസിന്റെ ലിസ്റ്റിൽ ഈശോയും പെടുമോ? അതിന് ഈശോ ഹീറോ ആണോ? എന്റെ ഹീറോ ടോം ഹോളൻഡും കോലിയുമല്ലേ. ഈശോ എങ്ങനെയാ ഹീറോ ആവുന്നേ? അത് ചോദ്യം. നിങ്ങളുടെ ഹീറോയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ നന്നായി ക്രിക്കറ്റ് കളിക്കുന്നു, മറ്റൊരാൾ നന്നായി അഭിനയിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ ഏറ്റവും പൗരുഷമുള്ള ആളാണ് ഈശോ. ഈശോയെ പോലെ സ്നേഹമുള്ള, ദയയുള്ള, ധൈര്യമുള്ള, മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ കഴിവുള്ള ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ? ഈശോ ഹീറോയ്ക്കും മേലെയാണ്. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നിങ്ങൾക്കും കാണുമല്ലോ ഹീറോസ്. ആരൊക്കെയാണ്? എന്റെ ഹീറോ മെസ്സി. ടൊവിനോ. ഓക്കേ, ഞാനൊരു ഹീറോയെ അവതരിപ്പിക്കട്ടെ. ഈശോ ഗോകുൽത്തായുടെ മുകളിൽ ഉയർത്തപ്പെട്ട കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തത്താൽ ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളഞ്ഞ യേശു. അതുപോലെയുള്ള ആരെയെങ്കിലും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈശോ നിങ്ങളുടെ ഹീറോയാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അപ്പോൾ നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് വേണ്ടതെന്താണെന്നും വേണ്ടാത്തതെന്താണെന്നും നിങ്ങൾ അറിയും. ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും ഒക്കെ നിങ്ങൾക്ക് പ്രയോജനകരമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ദുർഭൂതങ്ങളെ പോലെ നിങ്ങളെ വേട്ടയാടുന്ന ഇവയെല്ലാം നിങ്ങൾക്ക് തുണയേകുന്ന മാലാഖമാരായി മാറും. അതെ, ശരിയായ ദിശയിൽ
അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നാം ശ്രമിച്ചാൽ മൊബൈലും സോഷ്യൽ മീഡിയയുമൊക്കെ നമുക്ക് ഈ മാലാഖമാരെ പോലെയാകും. നമ്മെ തന്നെ നശിപ്പിക്കുന്ന, ജീവിതത്തെയും ആത്മബന്ധങ്ങളെയും തടവിലാക്കുന്ന വിനാശകരമായ സൈബർ തടവറ നന്മയിലേക്കും അറിവിൻ്റെ ലോകത്തേക്കുമായി തുറക്കപ്പെടട്ടെ. എഫ്ഫാത്താ.